ഹലോ നമസ്കാരം. എക്സൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മാച്ച് ഫംഗ്ഷനും അതേപോലെ തന്നെ വി ലുക്കപ്പിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ മാച്ച് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എക്സലിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ മാച്ച് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാച്ച് ഉപയോഗിക്കാം, മാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, എന്താണ് മാച്ച് ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോ കണ്ടൻറ്റിൻ്റെ പേര് ഫേവറേറ്റ്സ് കണ്ടൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാല്, ഗ്രാൻഡ്, വെൻഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഗ്രാൻഡ് എന്നുള്ളത് നമുക്ക് ഏത് കോളത്തിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മാച്ച് ഫംഗ്ഷന് വെച്ചിട്ട് യൂസ് ചെയ്യണം. അതായത് ഈ ഗ്രാൻഡ് എന്നുള്ളത് ഏത് കോളത്തിലാണ് വരുന്നത്, വെൻഡി എന്നുള്ളത് ഏത് കോളത്തിലാണ് വരുന്നത്, ടാൽ എന്നുള്ളത് ഏത് കോളത്തിലാണ് വരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് മാച്ച് എന്ന് എഴുതി കൊടുക്കാം. മാച്ച്, ഓക്കെ, മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാൻഡ് എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ലുക്കപ്പ് അറേ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹെഡിങ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ മാച്ച് ടൈപ്പ് എന്നുള്ളിടത്ത് എക്സ്ട്രാക്റ്റ് മാച്ച് കറക്റ്റായിട്ട് അത് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 0 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഈ ഗ്രാൻഡ് എന്നുള്ളത് അതിൽ എത്രാമത്തെ കോളത്തിലാണ് വരുന്നതെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അത് 3ാമത്തെ കോളത്തിലാണ്. ഇനി അതേപോലെ തന്നെ വെൻഡി എന്നുള്ളത് എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ മാച്ച് എന്ന് ചേർത്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ വെൻഡി സെലക്ട് ചെയ്തു. അതിനുശേഷം ലുക്കപ്പ് അറേ എന്നുള്ളിടത്ത് ഈ ഹെഡിങ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മളിവിടെ വന്ന് 0 കൊടുത്തു. അപ്പോൾ അതിന് നേരെ വെൻഡി എന്നുള്ളത് എത്രാമത്തെ കോളത്തിലാണ് വരുന്നതെന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ടാൽ എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് മാച്ച് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഹെഡിങ്ങും നമുക്കിവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ 0 ഉപയോഗിച്ചു. അപ്പോൾ നമുക്കിവിടെ വന്ന് ഓരോന്നിൻ്റെയും ഹെഡിങ് എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ മാച്ച് നമുക്ക് എങ്ങനെ വി ലുക്കപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വി ലുക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലുക്കപ്പ് വാല്യൂ, അതിനുശേഷം ലുക്കപ്പ് അറേ, എന്നിട്ട് ഏത് കോളത്തിൻ്റെ പേരാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഡ്രാഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതലായിട്ട് ഉപയോഗം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഈ മാച്ച് നമുക്കെങ്ങനെ വി ലുക്കപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രോഡക്റ്റിൻ്റെ പേര് ഇതിലുള്ള കുറച്ച് ഡാറ്റാസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനെ ഗ്രാൻഡ്, അതേപോലെ തന്നെ ടാല്, വെൻഡി എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നേരെയുള്ള ആ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ വി ലുക്കപ്പിൻ്റെ കൂടെ എന്ത് ചെയ്യണം, മാച്ച് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഭാഗം, അതായത് ഈ സെലക്ട് ചെയ്ത ഈ പ്രൊവിഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഫോർമുലയിൽ പോയിട്ട് ഡിഫൈൻ നെയിമിൽ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേര് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വിത്തൗട്ട് പേര് വെച്ചിട്ട് തന്നെ ചെയ്യാം. പേര് കൊടുക്കണേക്കാൾ നല്ലത് നമുക്ക് ലോക്ക് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇടുക, വി ലുക്കപ്പ് എന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ഈ ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് കീബോർഡിൽ F4 അമർത്തിയതിന് ശേഷം നമ്മളത് ലോക്ക് ചെയ്തു. ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലോക്ക് ചെയ്താൽ മാത്രമേ അത് അവിടെ സ്ഥിരമായിട്ട് നമുക്ക് ആ ഡാറ്റാസ് വരൂ. അതിനുശേഷം നമുക്ക് കോളം ഇൻഡെക്സ് ആണ് കാണേണ്ടത്. അതായത് ഓരോ ഡാറ്റാസും ഏത് കോളത്തിലാണ് വരുന്നത് അതാണ് നമുക്കിവിടെ കാണേണ്ടത്. അത് നമ്മൾ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാച്ച് എന്ന് കൊടുത്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇതും നമ്മളിവിടെ വന്ന് F4 അമർത്തിയതിന് ശേഷം നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം മാച്ച് ടൈപ്പ് എന്നുള്ളത് നമുക്ക് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ 0 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വി ലുക്കപ്പിൻ്റെ ഉള്ളിൽ എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മളിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ എഴുതിയതിൻ്റെ നേരെയുള്ള ഡാറ്റാസ് നമുക്ക് എത്രയാണോ, നമുക്കിവിടെ വന്ന് ഗ്രൈൻഡ് എന്നുള്ളത് എത്രയാണോ വരുന്നത് നമുക്കിവിടെ കാണിക്കുന്നത് 3.95 ആണ്. അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ അതിന് നേരെയുള്ള ഡാറ്റാസ് നമുക്കിവിടെ കാണിച്ചു തരും. അതേപോലെ ഇതിന് നേരെയുള്ള ടാലിൽ ഏതാണ് വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കാണിക്കുന്നത് 3.25 ആണ്.
അപ്പോൾ നോക്കൂ, ടാലിന് നേരെയുള്ള വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ വെണ്ടിക്ക് നേരെയുള്ള വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. 4.40 ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് വി ലുക്കപ്പിൻ്റെ ഉള്ളിൽ മാച്ച് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചെയ്ത വർക്ക് ഫയൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എങ്ങനെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ താഴെ ആ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിലൊരു വീഡിയോ ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് കണ്ട് ആ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.